എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ സെഷനിലോട്ട് പോവുക. അതായത് ഇതിന്റെ ലാസ്റ്റ് വീഡിയോ ആണ്, ഫൈനൽ പാർട്ടാണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾ എന്ന് പറയുന്ന സെക്ഷന്റെ അവസാനത്തെ പാർട്ടാണ്. ഇതോടുകൂടി ഈ സെക്ഷൻ തീരും. ഇനി അടുത്തത് മനുഷ്യ ശരീരത്തെ ദേഹോപദ്രവവും കുറ്റകരമായ നരഹത്യ അങ്ങനെ ശരീരത്തെ ബാധിക്കുന്ന വകുപ്പുകളെ കുറിച്ചൊരു സെക്ഷനാണ് അടുത്തത്. അത് അടുത്തൊരു പാർട്ടാണ്. അപ്പൊ ഈ അധ്യായത്തിൽ നമ്മൾ ഇത്രയാണ് പഠിക്കുന്നത്. ഇതോടുകൂടി തീരും. 86 വരെ നമ്മൾ പഠിച്ചു നിർത്തിയിരുന്നു. 87ാമത്തെ ചോദ്യം, നിർബന്ധിച്ച് വിവാഹം കഴിക്കുന്നതിന് വേണ്ടി ആളപഹരണം അല്ലെങ്കിൽ കിഡ്നാപ്പിംഗ് നടത്തുന്നതിനെ കുറിച്ചാണ് 87 പറയുന്നത്. നിർബന്ധിച്ചിട്ടുള്ള വിവാഹം സാധ്യമാക്കുന്നതിന് വേണ്ടി ആളപഹരണം അല്ലെങ്കിൽ കിഡ്നാപ്പിംഗ് നടത്തുന്നതിനെ കുറിച്ചാണ് 87ാമത്തെ വകുപ്പിൽ പറയുന്നത്. അത് പ്രകാരം 10 വർഷം തടവ് ശിക്ഷയും പിഴ ശിക്ഷയും ലഭിക്കാം. 88 ഗർഭം അലസിപ്പിക്കുക. ഒരു കുട്ടി ഗർഭപാത്രത്തിൽ ഒരു കുട്ടി കിടക്കുന്നത് ഈ ഒരു ആകൃതിയിലൊക്കെ അല്ലേ, നമുക്കത് കാണുമ്പോൾ അങ്ങനെ ഉപമിച്ചൂടെ, ഒരു കുട്ടിയായിട്ട് ഉപമിച്ചൂടെ? ഓക്കെ, അപ്പം ഈ രണ്ടായി മാറുക എന്ന് പറഞ്ഞാൽ കുട്ടി അത് ഭ്രൂണം നശിച്ചു പോയി എന്നാണ് മനസ്സിലാക്കി എടുക്കേണ്ടത്. ഇതൊക്കെ ഒരു ഐഡിയക്ക് വേണ്ടി പറയുന്നതാണ്, നമ്മൾ പഠിച്ചിരിക്കാൻ വേണ്ടി പരീക്ഷയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഞാൻ പറയുന്നതാണ്. മറ്റൊരു രീതിയിൽ ഇത് ഒരിക്കലും എടുക്കരുത്. ഓക്കെ, നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ പോയിന്റുകൾ നമ്മൾ മനസ്സിൽ ഓർത്ത് വെച്ചിരിക്കുക. ഭ്രൂണം രണ്ടായി മാറി, ഗർഭം അലസിച്ചു എന്നൊക്കെ ഒന്ന് പഠിക്കുക. അപ്പൊ 88 കണക്ട് ചെയ്യാം. 3 വർഷം പ്ലസ് തടവ് പ്ലസ് പിഴയാണ് ലഭിക്കുന്നത്. അത് 7 വർഷം വരെ നീളാം. 7 വർഷം വരെ നീളാം. 3 to 7 ആണ്. ഓക്കെ, എങ്ങനെയാണ് പോകുന്നതെന്നുള്ള കാര്യം നമുക്ക് ഇനി പഠിക്കാം. ഈ 3 to 7 വരാൻ കാര്യം 3 ആണെന്നുണ്ടെങ്കിൽ, അതായത് കുട്ടിയുടെ എന്താണ് ചലനശേഷിയുള്ള ഒരു കുട്ടിയായി മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ 3 വർഷം വരെയാണ് തടവ്. അതായത് ക്യാരിയിങ് ആയ ഒരു ഗർഭിണിയെ ഗർഭം അലസിപ്പിച്ചാൽ 3 വർഷം തടവും പിഴയും ലഭിക്കും. ഇനി ക്യാരിയിങ് ആയ ശേഷം കുട്ടിയുടെ കൈകാലുകളൊക്കെ വളർന്നു തുടങ്ങി, വയറ്റിനകത്തെ ആയി തുടങ്ങി, അത് ചലിക്കുന്ന അവസ്ഥയിൽ ആയതിനു ശേഷമാണ് ഗർഭം അലസിപ്പിക്കുന്നതെങ്കിൽ 7 വർഷം തടവും പിഴയാണ് ലഭിക്കുന്നത്. ഇനി 89 എന്ന് പറയുമ്പോൾ ഗർഭിണിയുടെ സമ്മതമില്ലാതെ, വിത്തൗട്ട് കൺസെന്റ്, സമ്മതമില്ലാതെ ഗർഭം അലസിപ്പിക്കുമ്പോൾ, ചില വീടുകളിലൊക്കെ കണ്ടിട്ടില്ലേ, അവർക്ക് ചിലപ്പം ആ ഗർഭം അങ്ങ് ക്യാൻസൽ ചെയ്ത് കളയുക, അവരെ ഉപേക്ഷിക്കുക എന്ന രീതിയിലൊക്കെ ചെയ്യുന്ന കാര്യമാണ് ഈ പറയുന്നത്. അത് 10 വർഷം തടവും പിഴയും ലഭിക്കാം. അത് ജീവപര്യന്തം വരെ നീളാം. 89ാമത്തെ കാര്യമാണ്. 89ാമത്തെ വകുപ്പിലാണ് ഇതിനെ കുറിച്ച് പറയുന്നത്. 90 എന്ന് പറയുമ്പോൾ ഇത് ഗർഭം അലസിപ്പിക്കൽ, സമ്മതമില്ലാതെ ഗർഭം അലസിപ്പിക്കൽ. ഇത് അതോടൊപ്പം ഗർഭം അലസിപ്പിക്കുന്നതോടൊപ്പം സ്ത്രീക്ക് മരണം കൂടി സംഭവിക്കുന്ന കാര്യം പറയും. ഗർഭം അലസിപ്പിക്കുന്നതോടൊപ്പം മരണം സംഭവിച്ച് കഴിഞ്ഞാൽ അത് 90ാമത്തെ വകുപ്പിൽ വരും. 10 മുതൽ ജീവപര്യന്തം വരെ, 10 വർഷം മുതൽ ജീവപര്യന്തം വരെ, ജീവിത അവസാനം വരെ കഠിന തടവും പ്ലസ് പിഴ ശിക്ഷയും ലഭിക്കും. കേട്ടോ, കഠിന തടവെന്ന് പറയുന്നില്ല, തടവെന്നേ ഉള്ളൂ. ഓക്കെ, ഇനി ഇതിൽ തന്നെ ഒരു കേസും കൂടെ ഉണ്ട്. ഒരു സ്ത്രീയുടെ സമ്മതമില്ലാതെ ആ സ്ത്രീയെ ഗർഭം അലസിപ്പിക്കുകയും അതിലൂടെ സ്ത്രീക്ക് മരണം സംഭവിക്കുകയും ചെയ്താൽ അതും ഈ സെയിം ശിക്ഷയാണ്. 90ലാണ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പഠിക്കാനുള്ളത് 93ാമത്തെ സെക്ഷനാണ് കേട്ടോ. 93ാമത്തെ സെക്ഷനാണ്. അപ്പൊ ഇവിടെ മറ്റു കാര്യം പറയേണ്ടത്, ഈ 7 വർഷം എന്ന് പറയുന്നത് ഗർഭിണിയുടെ സമ്മതത്തോടു കൂടി മൂവബിൾ ആയിട്ടൊരു ചൈൽഡിനെ ഗർഭം അലസിപ്പിച്ചാലും അത് കേസാണ്. അതിന് മുമ്പ് കുഴപ്പമില്ല, ചലനാവസ്ഥ ആവാതെ ഫീറ്റസിന്റെ അതിന്റെ കാലയളവ് 20 ആഴ്ച തൊട്ട് 24 ആഴ്ച വരെയൊക്കെയാണ് നീട്ടിയത്. അപ്പൊ അതിനുശേഷം ഗർഭഛിദ്ര എന്ന് പറയുന്നത് തെറ്റാണ്. ഓക്കെ, അടുത്ത 93ാമത്തെ വകുപ്പ്. 93ാമത്തെ വകുപ്പ് എന്ന് പറഞ്ഞാൽ 12 വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടിയെ മാതാപിതാക്കൾ ഉപേക്ഷിച്ചാൽ, നോക്കാൻ വയ്യാതെ കൊണ്ട് ഉപേക്ഷിച്ചു കഴിഞ്ഞാലുള്ള ശിക്ഷയെ കുറിച്ച് 93 പറയുന്നു. ഉപേക്ഷ എന്ന് പറയുമ്പോൾ 3 അക്ഷരങ്ങളാണുള്ളത്. 93 അങ്ങനെ വെച്ച് കണക്ട് ചെയ്യാം. 7 വർഷം വരെ തടവും പിഴയും ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ്. 94ാമത്തെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ജനനം ഒളിപ്പിക്കുന്നത്. അതായത് നിങ്ങൾ ഈയിടെ കണ്ടില്ലേ, ഫ്ലാറ്റിൽ നിന്ന് ഒരു കൊച്ചിനെ ജനിച്ച കൊച്ചിനെ പ്രസവിച്ച ശേഷം അതിനെ എന്ത് ചെയ്തു, താഴേക്ക് വലിച്ചെറിഞ്ഞു എന്ന് പറഞ്ഞ് നമ്മൾ അയച്ചില്ലേ. അപ്പം മരണപ്പെട്ട ഭാഗികമായി പിറക്കപ്പെട്ടതോ അതായത് പൂർണ്ണമായി പിറക്കപ്പെട്ടതോ ആയ ഒരു കുട്ടി മരണപ്പെട്ടു കഴിഞ്ഞാൽ അതിനെ എന്ത് ചെയ്യുക, കൊണ്ട് കുഴിച്ചിട്ട് മൂടി, ആ മരണപ്പെട്ട കുട്ടിയെ കൊണ്ട് കുഴിച്ചിട്ട് മൂടി ഗർഭം
അല്ലെങ്കിൽ ഈ ഒരു ജനനം ഒളിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ ഉള്ള കേസാണ് 94-ാമത്തെ വകുപ്പ്. ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട്, കാരണം ഇതിപ്പോ ഈ അടുത്തിടെ സംഭവിച്ച കേസാണ്. 94 ജനനം ഒളിപ്പിക്കൽ ഈ പറഞ്ഞ കേസാണ്. എറണാകുളത്തെ ഫ്ലാറ്റ് ഞാനൊന്ന് ആലോചിച്ചാൽ അപ്പൊ 2 വർഷം വരെ തടവും പിഴയും ലഭിക്കാം. 95-ാമത്തെ സെക്ഷൻ, ഒരു കുറ്റകൃത്യത്തിന് വേണ്ടി ഒരു കുട്ടിയെ വാടകയ്ക്ക് എടുക്കുകയോ അതിനുവേണ്ടി നിർബന്ധിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ, ഒരു കുട്ടിയെ വാടകയ്ക്ക് എടുത്ത് ഒരു കുറ്റകൃത്യം നടപ്പിലാക്കുക. അപ്പൊ കത്തിയിൽ വിജി പറയൂലേ, 7 വയസ്സ് കൊച്ചിനെ കൊണ്ട് കുത്ത സൊല്ലുവേ, ജുവനൈൽ ജസ്റ്റിസ് ആക്ട് മാത്രമേ വരുള്ളൂ എന്ന് പറയൂലേ. അപ്പം ഒരു കുറ്റകൃത്യത്തിന് വേണ്ടി ഒരു കുട്ടിയെ വാടകയ്ക്ക് എടുക്കുകയോ മറ്റോ ചെയ്തു കഴിഞ്ഞാൽ അത് BNS 95 പ്രകാരം എടുക്കുന്ന ആൾക്കാണ് കേസ്. വാടകയ്ക്ക് എടുക്കുന്ന ആ ഒരു കേസ് വരുമ്പോൾ 3 വർഷം തൊട്ട് 10 വർഷം വരെ തടവും പിഴയും ലഭിക്കാം. 96-ാമത്തെ സെക്ഷൻ, ഒരു പ്രായപൂർത്തിയാവാത്ത ഒരു കുട്ടിയെ അവിഹിത ബന്ധത്തിലേക്ക് പോകുന്നതിന് വേണ്ടി നിർബന്ധിക്കുക, പ്രേരിപ്പിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാലുള്ളതാണ് 96-ാമത്തെ വകുപ്പ്. നമ്മളിത് സ്ത്രീയുടെ കേസിൽ പഠിച്ചതാണ് അല്ലെ. 10 വർഷം വരെ ലഭിക്കാവുന്ന തടവും പിഴ ശിക്ഷയാണ് അതിൽ വരുന്നത്. 97 കുറേയധികം ബുദ്ധിമുട്ടുള്ള ഒരു സെക്ഷനാണിത്. കാരണം ഒന്ന് പഠിക്കാൻ പഠിക്കാൻ എന്താണ് മാനസികമായ ഒരു സ്ട്രെസ് ഉള്ള ഒരു ഏരിയയൊക്കെയാണ് അല്ലെ. പഠിപ്പിക്കുന്നതിലും ചെറിയ പാടുകൾ വരുന്നുണ്ട് ഈ സെക്ഷൻ. കുഴപ്പമില്ല, എന്നാലും ഞാൻ പറയാം. 97 10 വയസ്സിൽ താഴെയുള്ള, അങ്ങനെയല്ല, നമുക്ക് ഈ മോഷ്ടിച്ചോണ്ട് പോകുമ്പോ 2 ടൈപ്പ് വസ്തുക്കളുണ്ട്. ഇപ്പൊ ഇതെനിക്ക് ഇവിടെ നിന്ന് ഈ ചോക്ക് എടുത്തോണ്ട് പോകാൻ പറ്റും, ഈ ബോർഡ് എടുത്തോണ്ട് പോകാൻ പറ്റും, ഈ ഭിത്തി എടുത്തോണ്ട് പോകാൻ പറ്റൂ ഇല്ല, ഇടിച്ചു പൊളിച്ചൊക്കെ എടുത്തോണ്ട് പോകാൻ പറ്റൂ. മൂവബിൾ പ്രോപ്പർട്ടി ഉണ്ട്, ഇമ്മൂവബിളും ഉണ്ട് അല്ലെ. ഒരു കുട്ടിയുടെ ദേഹത്തിൽ നിന്നും മൂവബിളായി എടുത്തോണ്ട് പോകാൻ പറ്റുന്ന ഏതെങ്കിലും സാധനം എടുത്തോണ്ട് പോകുന്ന ഒരു പ്രവൃത്തി 10 വയസ്സിൽ താഴെയുള്ള കുട്ടികളായിരിക്കും പറയുന്നത് കേട്ടോ. 97 ഈ സെക്ഷൻ ഇത്തിരി ഇതാണ്. ഓക്കെ, 10 വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടിയുടെ ദേഹത്ത് നിന്നും ഏതെങ്കിലും സാധനങ്ങൾ നമ്മൾ എടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ, മോഷണം നടത്തുക, അതിനുവേണ്ടി ചെയ്യുന്ന പ്രക്രിയയ്ക്ക് ലഭിക്കുന്ന കുറ്റകൃത്യമാണ് എന്താണ് 97-ാമത്തെ സെക്ഷനിൽ പറയുന്നത്. 7 വർഷം അല്ലെങ്കിൽ തടവും പിഴയും ലഭിക്കുന്ന കുറ്റകൃത്യമാണ്. 98 ഒരു കുട്ടിയെ വേശ്യാവൃത്തിക്ക് വേണ്ടി വിൽക്കാൻ ശ്രമിക്കുന്ന ഒരാൾക്ക് ലഭിക്കുന്ന എന്താണ് പിഴ പ്ലസ് തടവ്. 10 വർഷം തടവും പിഴയും ലഭിക്കുന്നതാണ്. ഒരു കുട്ടിയെ വേശ്യാവൃത്തിക്ക് വേണ്ടി വിൽക്കുന്നത് വഴി. 98 അതാണ്. 99 എന്ന് പറഞ്ഞാൽ ഈ വിൽക്കുന്ന കുട്ടിയെ വാങ്ങുന്ന ആൾക്ക് ലഭിക്കുന്ന പിഴ ശിക്ഷയെ കുറിച്ചും തടവ് ശിക്ഷയെ കുറിച്ചുമാണ് 99 പറയുന്നത്. 98-ാം വകുപ്പ് പ്രകാരം ആ കുട്ടിയെ വാങ്ങുന്ന ആൾക്ക് ലഭിക്കുന്ന ശിക്ഷ 7 മുതൽ 14 വർഷം വരെയുള്ള തടവും പിഴയാണ് ലഭിക്കുന്നത്. അപ്പൊ ഒന്നുകൂടെ പറയാൻ, ഒന്ന് ശ്രദ്ധിക്കുക. വിവാഹം നിർബന്ധിത വിവാഹത്തിന് വേണ്ടി ഒരു കുട്ടിയെ കിഡ്നാപ്പ് ചെയ്യുകയോ ആളപഹരണമോ ചെയ്തു കഴിഞ്ഞാൽ 87 പ്രകാരം 10 വർഷത്തെ തടവും പിഴയും ലഭിക്കാം. ഗർഭം അലസിപ്പിക്കൽ 88-ാമത്തെ സെക്ഷനാണ്. 3+- ആണ്. പ്ലസ് ഓർ മൈനസ് എന്ന് കേട്ടേക്കുന്നത് തടവും പിഴയും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നോർമലി ഗർഭം അലസിപ്പിച്ചു കഴിഞ്ഞാൽ 3 വർഷം തടവും പിഴയും ലഭിക്കാം. 7 വർഷം ആവുന്ന എപ്പോഴാണ് അത് ചലിക്കുന്ന അതിന്റെ അവയവങ്ങൾ എന്താണ് ആയി തുടങ്ങി ചലിക്കുന്ന രീതിയിലായ ഒരു കുട്ടിയെ നമ്മൾ അനുസരിപ്പിച്ചു കഴിഞ്ഞാൽ അത് 7 വർഷം വരെ തടവും പിഴയും ലഭിക്കാം. 89 സ്ത്രീയുടെ സമ്മതം കൂടാതെ ചെയ്യുന്ന കുറ്റകൃത്യം, അത് 10 വർഷം മുതൽ ജീവപര്യന്തം വരെ തടവും പിഴയും ലഭിക്കാം. 90-ാമത്തേന്ന് വെച്ചാൽ ഡെത്ത് ആണ്. ഈ ചെയ്യുന്നതിലൂടെ ഡെത്ത് സംഭവിച്ചാൽ 10 വർഷം ജീവപര്യന്തം തടവും ലഭിക്കാം. അത് 2 കേസായാലും, സ്ത്രീയുടെ സമ്മതത്തോടെ ആയാലും അല്ലെങ്കിൽ ഗർഭം അലസിപ്പിക്കുമ്പോൾ സ്ത്രീക്ക് മരണം സംഭവിച്ചു കഴിഞ്ഞാൽ 90-ാമത്തെ വകുപ്പ് പ്രകാരം കേസാവും BNS. 93 12 വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടിയെ ഉപേക്ഷിക്കും, മാതാപിതാക്കൾ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ 7 വർഷം തടവും പിഴയും. 94 ജനനം ഒളിപ്പിക്കുന്ന ആ ഫ്ലാറ്റിലെ കേസ് വെരി വെരി ഇമ്പോർട്ടന്റ് അല്ലെ, 2 വർഷം തടവും പിഴയും ലഭിക്കുന്ന കേസാണ്. 95 ഒരു കുറ്റകൃത്യം ചെയ്യുന്നതിന് വേണ്ടി ഒരു കുട്ടിയെ വാടകയ്ക്ക് എടുക്കുക, തൽഫലമായ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ 3 വർഷം തൊട്ട് 10 വർഷം വരെ തടവും പിഴയും ലഭിക്കാം. 96 അവിഹിതത്തിന് വേണ്ടി ഒരു കുട്ടിയെ പ്രേരിപ്പിക്കുകയോ നിർബന്ധിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ 10 വർഷം വരെ തടവും പിഴയും ലഭിക്കാം. അതിനുവേണ്ടി ശ്രമിച്ചാലും മതി. മനസ്സിലായില്ലേ? നമ്മൾ ആ സിനിമ ഉണ്ടല്ലോ, മറ്റേ സലീം കുമാറിന്റെ ഒരു പടം ഉണ്ടല്ലോ, അതിൽ മുക്തേനെ കൊണ്ടുപോകുന്ന അങ്ങനെയല്ലേ, ആ ഒരു പ്രവൃത്തി, അതിൽ വേറെ കുട്ടിക്ക് ദോഷമൊന്നും സംഭവിച്ചില്ലെങ്കിൽ അത് ചെയ്താൽ മാത്രം റിപ്പോർട്ട് ചെയ്ത കേസാവും. 97 10 വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടിയുടെ ദേഹത്ത് നിന്ന് മൂവബിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് മോഷണം നടത്തുന്നതിന് വേണ്ടി ചെയ്യുന്ന കുറ്റകൃത്യത്തിന് വേണ്ടിയിട്ട് ലഭിക്കുന്ന ശിക്ഷയാണ്. അതൊക്കെ അത് മോഷണവും വരും, ഇതും വരും. അങ്ങനെയാണ് മൾട്ടിപ്പിൾ സെക്ഷനാണ് കയറി വരുന്നത്.
7-ാം വകുപ്പിൽ അയാൾ 7 വർഷം വരെ തടവും പിഴയും. 98-ാമത്തെ വകുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വേശ്യാവൃത്തിക്ക് വേണ്ടി ഒരു കുട്ടിയെ വിൽക്കുകയോ മറ്റോ ചെയ്തു കഴിഞ്ഞാൽ വിൽക്കുന്ന ആൾക്ക് ലഭിക്കുന്ന കുറ്റകൃത്യം എന്ന് പറഞ്ഞാൽ 10 വർഷം വരെ തടവും പിഴയും. പിന്നെ ഇത് ഈ 98 പ്രകാരം 99 വകുപ്പിൽ പറയുന്ന കാര്യം വെച്ചാൽ 98 പ്രകാരം ഒരു കുട്ടിയെ വിൽക്കുന്ന ആളിൽ നിന്ന് 99 പ്രകാരം വാങ്ങിച്ചാൽ, ഒരു കുട്ടിയെ വിലക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ എന്താണ് ഈ വേശ്യാവൃത്തി അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ 7 തൊട്ട് 14 വർഷം വരെ തടവും പിഴയും ലഭിക്കും. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ ഈ സെക്ഷൻസ് മാറി മാറി വരണമെന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾ ഒരു മോട്ടോർ വെഹിക്കിൾ ഓടിക്കുകയാണെങ്കിലേ ഇപ്പൊ നിങ്ങൾ ഹെൽമെറ്റ് ഇല്ലാതെയാണ് പോകുന്നത്, അതിന്റെ കൂടെ റാഷ് ഡ്രൈവിംഗ് കൂടെ ചാർജ് ചെയ്യും. BNS 281. അപ്പൊ മദ്യപിച്ചാണ് ഒരാൾ വാഹനം ഓടിച്ചത്, 185 എന്താണ് MV ആക്ട് ആണ്. അതിനോടൊപ്പം ഈ റാഷ് ഡ്രൈവിംഗിന് 281 കൂടെ ചാർജ് ചെയ്യും. അങ്ങനെയാണ് മൾട്ടിപ്പിൾ സെക്ഷൻ വരുന്നത്. ഓക്കെ, അപ്പൊ ഇതൊന്ന് പഠിച്ചിരിക്കുക. ഇപ്പൊ BNS ആ ഒരു സെക്ഷൻ തീർന്നിട്ടുണ്ട്.